യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകമുണ്ടാകും. ഇന്ന് രാവിലെയാണ് അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുലിനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമുയരുകയാണ്. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി. കണ്ണൂരിലും മലപ്പുറത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. വീട്ടിൽ കയറിയുള്ള അറസ്റ്റ് അസാധാരണ നടപടിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം രംഗത്തു വന്നു. കേരളത്തിൽ നടക്കുന്ന പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞിട്ട് അതിരാവിലെ അറസ്റ്റ് ചെയ്ത സംഭവം. രാഹുൽ സത്യത്തിൽ ആശുപത്രി വിട്ട് 2-3 ദിവസമേ ആയുള്ളൂ അസുഖബാധിതനായിട്ട്. എന്ത് കുറ്റത്തിൻ്റെ പേരിലാണ് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി ഉത്തരവിടുന്നത്? പിണറായിയുടെ ഉത്തരവ് കേട്ടാലുടനെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് സേമാന്മാരോടൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഒരുപാട് ഇത്തരം പോലീസ് നരനായാട്ടുകൾ കണ്ടതാണ്. പക്ഷേ ഇതെല്ലാത്തിൻ്റെയും സീമകൾ ലംഘിക്കുന്ന രീതിയിലായിപ്പോയി. ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക എന്ന് പറയുന്ന ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ്. ഫാസിസ്റ്റ് ശൈലിയുടെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടാണ് പിണറായിയുടെ ഈ പോക്ക്. ഇത് അപകടകരമായ പോക്കാണെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സമരം 10 മടങ്ങായ ശക്തിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ എന്ന് മിസ്റ്റർ പിണറായി വിജയൻ മനസ്സിലാക്കണം. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. ഇത് ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് എരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 1/4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും. ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തില് നാട്ടിലുള്ള ആളല്ലേ, അപ്പൊ ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അത് വളരെയധികം പ്രതിഷേധാർഹമാണ്. ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായൊരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ അത് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. എളുപ്പകാലത്ത് അമ്മയും സഹോദരിയും വീട്ടുകാരെയും ഒക്കെ പേടിപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുറിയുടെ മുമ്പിൽ കാവൽ ഏർപ്പെടുത്തി ഒക്കെ ഒരു ക്രിമിനൽ പുള്ളിയെ പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരേണ്ട സാഹചര്യമൊന്നുമില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ചികിത്സിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കാണ് അതിന്റെ ദോഷം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു കാരണവശാലും ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് പോവില്ല. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയതുപോലെ കന്റോൺമെന്റ് ഹൌസ് വളഞ്ഞ് PD സതീശനെ അറസ്റ്റ് ചെയ്യട്ടെ. ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി യൂത്ത് കോൺഗ്രസോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാവരും വാസ്തവത്തിൽ അവരുടെ മൗഢ്യം മാത്രമാണ്. ഭരണകൂട ഭീകരതയുടെ ഒരു ഉദാഹരണമാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണകൂട ഭീകരതയുടെ ഒരു ഉദാഹരണമാണ്. രാവിലെ 5:30 മണിക്ക് ആ അമ്മയുടെ വാക്കുകൾ ഞാൻ കേൾക്കുകയായിരുന്നു. ആ വീടിന് ചുറ്റുമുള്ള ജനലുകളിൽ മുട്ടിക്കൊണ്ട് 5:30 മണിക്ക് ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദിയെ ഒക്കെ നമ്മൾ അങ്ങനെയാണ് സാധാരണ കാണാറുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പിണറായി വിജയനെ ഉറക്കം കെടുത്തുന്ന
അത്രയും പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുന്ന യുവജന നേതാവാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. കേരളത്തിലുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അല്ല, സമരങ്ങൾ ജനാധിപത്യത്തിൽ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ, കേരള ചരിത്രത്തിൽ എത്രയധികം സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പറയാനുള്ള ഒരു ധാർമ്മിക അവകാശവും ഇന്ന് ഭരിക്കുന്നവർക്കോ CPM-നോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലാണ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ നേരിടാൻ തീരുമാനിക്കുന്നതിന് വലിയ വില ഈ ഗവൺമെന്റ് നൽകേണ്ടി വരും. എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടുത്തി, ഭീതിപ്പെടുത്തി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്താനാണ് ഇവരുടെ ശ്രമമെങ്കിൽ അതിൽ വീഴുന്നവരല്ല, അത് കണ്ട് ഭയക്കുന്നവരല്ല. എന്തിനേയും ആർജവത്തോടെ നേരിടാൻ. കാരണം പ്രതിപക്ഷം ഉയർത്തുന്നത് ജനങ്ങളുടെ ശബ്ദമാണ്, ജനങ്ങളുടെ വികാരമാണ്. വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത്. ഇനി നമുക്കറിയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഉടൻ തന്നെ അതിൽ വിധി പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് പോലീസ് ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത്? രേണുക, ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ വിധി പറയും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 വിധി പറയുക. ഇന്ന് രാവിലെ 5:30 മണിയോടുകൂടിയാണ് അടൂരിലെ വീട്ടിൽ നിന്ന് ഏറെ നാടകീയമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ നേരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ച്, അതിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. 1-ാം പ്രതി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതോടൊപ്പം തന്നെ M. വിൻസെന്റ് MLA, ഷാഫി പറമ്പിൽ MLA തുടങ്ങിയവരും പ്രതികളാണ്. ഇതിൽ 4-ാം പ്രതിയായാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം, ഈ അറസ്റ്റിന്റെ രീതിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നു വരുന്നത്. ഈ കൊടും ക്രിമിനലുകളെ പിടികൂടുന്നത് പോലെ പുലർച്ചെ വീട് വളഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പിടികൂടേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ പ്രതിഷേധം വിവിധ ജില്ലകളിലായി നടക്കുകയും ചെയ്യുന്നു. VD സതീശന്റെ നിലപാട് രാവിലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോകുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന നിലപാടിലാണ്. പൊതുവിൽ KC വേണുഗോപാൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. അതേസമയം LDF എടുക്കുന്ന നിലപാട് മുഖം നോക്കിയല്ല നടപടി സ്വീകരിക്കുന്നത്. കുറ്റകൃത്യം നടന്നു, പോലീസിന്റെ നടപടി സ്വീകരിച്ചു എന്ന നിലയിലാണ് EP ജയരാജന്റെ പ്രതികരണമുണ്ടായത്. അങ്ങനെ പറയുമ്പോഴും നേരത്തെ തന്നെ കേസുകളിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള കേസുണ്ട്. ആ കേസുകളിൽ പോലീസ് വിളിക്കുമ്പോൾ അവിടേക്ക് ചെന്ന പോലീസിന് മുന്നിലെത്തിയ അന്വേഷണവുമായി സഹകരിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇങ്ങനെ ഈ സമരം കഴിഞ്ഞ് 20 ദിവസം പിന്നിടുമ്പോൾ പോലീസിന്റെ മുന്നിലുണ്ടായിരുന്ന, നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ പുലർച്ചെ വീട് കയറി അല്ലെങ്കിൽ വീടിനുള്ളിൽ പ്രവേശിച്ച് അമ്മയും സഹോദരിയും ഒക്കെയും നോക്കി നിൽക്കെ അവിടെ മറ്റൊരു സീൻ സൃഷ്ടിച്ച് എന്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തതെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഈ കേസിൽ 30 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവർ, VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഉള്ള ഈ FIR-ൽ 30 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. കണ്ടാലറിയാവുന്ന 300ഓളം പേരുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ, സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുമ്പോൾ അന്ന് പിടിയിലായ 31 പേർ, അവർ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി. അതുകൊണ്ട് 18 ദിവസമാണ് റിമാൻഡിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തേക്ക് വന്നത്. ഇനിയും 5 പേർ അവിടെ അവശേഷിക്കുന്നുണ്ട്, ജയിലിൽ തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടായത്. PDPP ആക്ട് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോലീസുകാരുടെ വാഹനങ്ങൾ നഷ്ടപ്പെടുത്തിയത്, കേടുവരുത്തിയത്, അതോടൊപ്പം ലാത്തിയും ഷീൽഡും കേടാക്കിയത്, പോലീസുകാരെ ശാരീരികമായി ആക്രമിച്ചത്, അവർക്ക് പരിക്കേൽപ്പിച്ചത്, അതോടൊപ്പം തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്, ഇങ്ങനെ വിവിധങ്ങളായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടമാണ് സമരക്കാരെ അക്രമത്തിലേക്ക് തള്ളിവിട്ടത്. അതിന് ഏറ്റവും വലിയ ആഹ്വാനം നൽകിയത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുലിന്റെ സാന്നിധ്യം മുഴുവൻ സമയവും സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, രാഹുൽ മാങ്കൂട്ടം തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്ന കാര്യം ഉൾപ്പെടെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. എന്നാൽ പ്രതിഭാഗം പറഞ്ഞത് നോട്ടീസ് പോലും നൽകാതെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പിന്നീട് നോട്ടീസിൽ ഒപ്പിടിവിക്കുകയായിരുന്നു. എന്തിനാണ് ഇങ്ങനെ നിയമപരമല്ലാത്ത കാര്യം പോലും ചെയ്ത് ഇത്തരത്തിലൊരു നാടകീയ രംഗം സൃഷ്ടിച്ച് രാഹുലിനെ കൊണ്ടുവന്നത്? അതോടൊപ്പം തന്നെ രാഹുൽ ആക്രമിച്ചിട്ടില്ല, അങ്ങനെയുള്ള ദൃശ്യങ്ങളില്ല. രാഹുലിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ ചികിത്സയുടെ രേഖകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രതിവാദങ്ങൾ, അത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കോടതി വിധി പറയും. തീർച്ചയായും വിനോദ്, എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? നമുക്കറിയാം
നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിൻ്റെയൊക്കെ തുടർച്ചയായാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുന്ന സാഹചര്യം പോലും ഉണ്ടായത്. വധശ്രമത്തിനെടുത്ത കേസിൽ കോടതിയിൽ വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യമുണ്ടായി. കോടതിയുടെ ചില നിർണായക പരാമർശങ്ങൾക്ക് പോലും അത് ഇടയാക്കുന്ന സാഹചര്യവും ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ തീവ്രവാദ പ്രവർത്തകനാണോ, ആ രീതിയിലൊക്കെയുള്ള അറസ്റ്റാണോ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ കോടതി പരിസരത്ത് എന്താണ് സാഹചര്യം? പ്രവർത്തകർ അങ്ങോട്ടേക്ക് സംഘടിച്ചെത്താനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവിടെ കാണുന്നുണ്ടോ? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കരിങ്കൊടി പ്രതിഷേധങ്ങൾ അത് ആദ്യം ആരംഭിക്കുമ്പോൾ വടക്കൻ ജില്ല കണ്ണൂരിൽ നിന്നൊക്കെയും ഈ പ്രതിഷേധങ്ങൾ തുടങ്ങുമ്പോൾ അവിടെ പോലീസും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നവരെ ചെറുക്കുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ ചെയ്യുന്ന നില ഉണ്ടായിരുന്നു. പിന്നീട് തെക്കൻ ജില്ലകളിലേക്ക് കടന്നതോടുകൂടി ഈ പ്രവർത്തകർ തമ്മിൽ തന്നെ ഏറ്റുമുട്ടുന്നു. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു. ഇങ്ങനെ ഈ യുവ പ്രവർത്തകർ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച് അല്ലെങ്കിൽ പോലീസ് പിടിച്ച് വശത്തേക്ക് മാറ്റിയ ആളുകളെ ലാത്തി കൊണ്ടടിച്ച സംഭവം ഉണ്ടാകുന്നത്. അത് മുഖ്യമന്ത്രി പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ അങ്ങനെ ഒരു സംഭവം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ ഗൺമാനെതിരെ ഉൾപ്പെടെ കേസെടുക്കേണ്ടി വന്നു. അതിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് ചോദ്യം ഉയർന്നു വരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർ ചോദിക്കുന്നത് എന്തുകൊണ്ട് ആ ഭാഗത്ത് നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ല, കുറ്റം ചെയ്ത ആളുകൾക്കെതിരെയുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല, അത് ജീവൻ രക്ഷാ പ്രവർത്തനമായി അവശേഷിക്കുന്നു എന്ന വിമർശനം ഒരു വശത്ത്. ഈ വശം പരിശോധിക്കുമ്പോൾ നിയമമാണ്, കൃത്യമാണ്. രാഹുൽ മാങ്കൂട്ടം ആ സമരത്തിൽ പങ്കെടുത്തതാണ്. അവിടെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന വകുപ്പുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോലീസുകാർക്ക് പരിക്ക് പറ്റിയെന്നത് വസ്തുതയാണ്. അങ്ങനെ നേരത്തെയുള്ള കേസുകളിൽ വിളിച്ചു വരുത്തുമ്പോൾ എത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പുലർച്ചെ 5:30 മണിക്ക് വീട്ടിൽ കയറി ഇങ്ങനെ അറസ്റ്റ് ചെയ്യണമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായും പ്രതിഷേധമായി ഉയർന്നു വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വാദം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേക്ക് ഞാൻ വിനോദിലേക്ക് തിരിച്ചെത്താം. 4 വയസ്സുകാരനായ മകനെ കൊന്ന് ബാഗിലാക്കിയ അമ്മ അറസ്റ്റിൽ. ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് കമ്പനി CEO ആയ സൂചന സേതാണ് അറസ്റ്റിലായത്. കുട്ടിയെ ആഴ്ചയിൽ ഒരിക്കൽ അച്ഛനൊപ്പം വിടണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് തടയാനാണ് കുട്ടിയെ കൊലപ്പെടുത്തി ചെയ്തതെന്നാണ് സൂചന. ഗോവയിൽ മുറിയെടുത്ത ശേഷമാണ് കുട്ടിയെ കൊന്നത്. സുവി വിശ്വനാഥ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, അച്ഛനൊപ്പം മകനെ വിടണമെന്ന കോടതി ഉത്തരവ് പാലിക്കാതിരിക്കാൻ സ്വന്തം മകനെ കൊന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. വിശ്വസിക്കാനാകുന്നില്ല. എങ്ങനെയാണ് ഇതിന്റെ തുമ്പ് പോലീസിന് ലഭിച്ചത്? ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കിയത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. AI മൈൻഡ്ഫുൾ AI ലാബ് എന്ന കമ്പനിയുടെ CEO സുജന സേതാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരാണ് 4 വയസ്സുകാരനായ മകനെ കൊന്ന് ട്രാവൽ ബാഗിലാക്കി സഞ്ചരിക്കുകയായിരുന്നു. ഇത് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവിട്ടത്. കുട്ടി, അതായത് ഇവർ ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുകയാണ്. ഭർത്താവിന് കുട്ടിയെ കാണാൻ അവസരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും കുട്ടിയെ കാണാൻ ഭർത്താവിന് അനുമതി നൽകണം എന്നും കോടതി ഉത്തരവിട്ടു. ഇതാണ് ഈ സ്ത്രീക്ക് ഈ കൊലപാതകത്തിന് ഇടയാക്കിയത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. 2010 ഇവരുടെ വിവാഹം നടന്നത്. 2019 ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. 2020 മുതൽ ഇവർ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 6 ഇവർ ഗോവയിൽ ഒരു റൂം എടുത്തു. ഒരു റിസോർട്ടിലായിരുന്നു റൂം എടുത്തത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ജനുവരി 8 പുലർച്ചെ ബാംഗ്ലൂരുവിലേക്ക് പോകാൻ ഒരു ടാക്സി വേണം എന്ന് ഹോട്ടൽ ജീവനക്കാരോട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇത്രയും കൂടിയ നിരക്കിന് ബാംഗ്ലൂരിലേക്ക് ടാക്സിയിൽ പോകുന്നത്, വിമാനത്തിൽ പോയിക്കൂടെ എന്ന് ജീവനക്കാർ ചോദിച്ചുവെങ്കിലും തനിക്ക് ടാക്സി തന്നെ വേണം എന്ന് ഇവർ നിർബന്ധം പിടിക്കുകയായിരുന്നു. തുടർന്ന് ഈ സുജന സേത്തിന് വേണ്ടി ഒരു ടാക്സി ഹോട്ടലുകാർ
തയ്യാറാക്കി നൽകുകയും ചെയ്തു. ഒരു വലിയ ട്രാവൽ ബാഗുമായിട്ടാണ് ഇവർ ഇതിനകത്ത് ഈ ടാക്സിക്കകത്ത് കയറുകയും മറ്റും ചെയ്തത്. അതിനുശേഷം ഈ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ജീവനക്കാർ വന്നപ്പോഴാണ് ഈ റൂമിനകത്ത് രക്തക്കറ കണ്ടെത്തുകയായിരുന്നു. ഈ രക്തക്കറ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവർ പോലീസിനെ വിളിച്ചു വരുത്തി, സമീപത്തെ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസും പരിശോധിച്ചപ്പോൾ ഇത് രക്തക്കറയാണെന്ന് പറഞ്ഞു. തുടർന്ന് ഈ ടാക്സി ഡ്രൈവറുടെ നമ്പർ എടുത്ത് ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ എവിടെയാണ് കുട്ടിയെന്ന് ഈ ഡ്രൈവറോട് ഈ സുജന സേത്തിനോട് ചോദിച്ചപ്പോൾ ഈ കുട്ടിയെ സൗത്ത് ഗോവയിലെ മറ്റൊരിടത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്, അവിടെ അവധിക്കാലം ചെലവിടാൻ വേണ്ടി കുട്ടിയെ ആക്കിയിരിക്കുകയാണ് എന്നൊരു മറുപടിയാണ് നൽകിയത്. തുടർന്ന് ഇവർ ഇതിൻ്റെ ഒരു അഡ്രസ്സും നൽകുകയുണ്ടായി. എന്നാൽ ഈ അഡ്രസ്സ് ഫേക്കാണ്, തെറ്റാണ് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ ഈ അടുത്ത സമീപത്ത് തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ടാക്സി ഡ്രൈവറോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സുജന സേത്ത് എന്ന സ്ത്രീ പിടിയിലാകുന്നത്. ഇവരെ ചിത്രദുർഗ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവിടെ വെച്ച് പോലീസുകാർ പരിശോധിച്ചു. ഇവരുടെ ബാഗിനകത്ത് കുട്ടിയുടെ മൃതശരീരം ഉണ്ടായിരുന്നു, അത് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ഞാൻ സുവിയിലേക്ക് തിരിച്ചെത്താം. എന്തായാലും പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം പിടിക്കപ്പെടുന്നത്. SP-യുടെ പ്രതികരണം കേട്ടതിന് ശേഷം ഞാൻ സുവിയിലേക്ക് എത്താം. SP നിധിൻ വത്സന്റെ പ്രതികരണം. Checked into service apartments of Soul Banyan hotels in Candolim area along with a boy, 4-year-old boy. And on the intervening night of 7th and 8th, that is 8th early morning, she demanded for a taxi to Bangalore. So people working in the hotel said to traveling to Bangalore by taxi will be very expensive compared to flight. You can book by flight, but she insisted on for a taxi, and an Innova taxi was arranged to her by the staff of the hotel. She immediately checked out and left from Goa. Once she checked out the staff of the hotel, when they were cleaning the room, they found some red colored stains which is suspected to be blood. And there was another suspicion because when she came with the boy and she left, there was no boy. So immediately they informed the police station. The police station team under the leadership of PI Paresh immediately went to the hotel, and they checked, and prima facie it looked like blood. And he got the contact details of the driver, and through the driver he made contact with the lady also and asked about the whereabouts about the boy. And when she said the boy has been asked to stay with one of her friends in Madgaon, so Paresh insisted for the details of the address of the place where the boy has been asked to stay. So she gave an address which was verified by PI Fathoda, and when PI Fathoda was asked to verify, when PI Fathoda went to verify that address was found to be fake. So Paresh became very suspicious and immediately asked the driver, who responded properly, and the driver took the vehicle to the nearest police station. In fact, Paresh had asked him to take it to the nearest police station. The nearest police station, Aimangala police station, Chitradurga district mein the. I also talked to the Chitradurga SP, and the police officers in the Aimangala police station, they actually checked the vehicle and the luggage. When the luggage was opened, the dead body of the boy was found. So the information was passed to police station Kalangut by the Mangala police station, and prima facie it appeared like a murder. On the complaint of the supervisor of the hotel, we registered an FIR of 302-201 and 8 of Goa Children's Act. SP-യുടെ പ്രതികരണമാണ്. എങ്ങനെ ഇത് ഒരു കൊലപാതകമാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. നിധിൻ വത്സൻ SP-യുടെ പ്രതികരണമാണ് കണ്ടത്. സുവി വിശ്വനാഥ് തുടരുന്നുണ്ട്. സുവി, ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എന്താണ് കൂടുതലായി അറിയാൻ കഴിയുന്നത്? ഏതെങ്കിലും തരത്തിൽ മാനസികാസ്വാസ്ഥ്യമോ മറ്റോ ഈ സ്ത്രീക്കുണ്ടോ? സ്വന്തം മകനെ ഇത്ര അതിക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹവുമായി സഞ്ചരിക്കുന്നു, രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു എന്നാണോ പോലീസ് കരുതുന്നത്?
രേണുക, ഇവർ ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു. ബാംഗ്ലൂർ സ്വദേശിയാണ്. ബാംഗ്ലൂരിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സിഇഒ ആണ് സുജന സേത്ത്. ദ മൈൻഡ്ഫുൾ AI ലാബ് എന്ന കമ്പനിയുടെ സിഇഒ ആണ്. മാത്രവുമല്ല വളരെയധികം, അതായത് 100 ബ്രില്യൻ സ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെടെ ഇടം നേടിയ വനിത കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ്. വളരെയധികം റെസ്പെക്റ്റഡ് ലേഡി ആയിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. അവരാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. നിലവിൽ അവർക്ക് മാനസിക രോഗമോ അത്തരത്തിൽ എന്തെങ്കിലും അസുഖം ഉള്ളതായുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ഭർത്താവുമായുള്ള വൈരാഗ്യമാണ്. ആ വൈരാഗ്യമാണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയെ കൊലപ്പെടുത്തി കുട്ടിയെ കാണാതിരിക്കാൻ വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രാഥമികമായി ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. രേണുക. ശരി, സുവി വിശ്വനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മാർച്ചിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടപടി. അടൂരിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഡാൻ കുര്യൻ, ശശിനാരായണൻ എന്നിവർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം ഡാനിലേക്ക് പോവുകയാണ്. ഡാൻ, എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് അറസ്റ്റിലായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് എന്താണ് സാഹചര്യം? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രജനി, നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിലും പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ആ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് അക്രമാസക്തമായത്. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടായിരുന്നു കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. VD സതീശന് പുറമെ MLA-മാരായ ഷാഫി പറമ്പിൽ, M വിൻസെന്റ് എന്നിവരും രാഹുൽ മാങ്കൂട്ടത്തലിന് ഒപ്പം ഈ കേസിൽ പ്രതികളാണ്. അതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടി കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംഘർഷവുമായി ബന്ധപ്പെട്ട നേരത്തെ 20 പേർ അറസ്റ്റിലാവുകയും കണ്ടാൽ അറിയാവുന്ന 300 ആളുകളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഈ പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു 3 കേസുകൾ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ പത്തനംതിട്ടയിലെ അടൂരിലെ മാങ്കൂട്ടത്തലിന്റെ വസതിയിൽ നിന്ന് കന്റോൺമെന്റ് പോലീസ് ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 10:30 കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് വിശദമായ ചോദ്യം ചെയ്യലിനും മറ്റുമായി എത്തിക്കും എന്നാണ് വിവരം. എന്തായാലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടയിൽ അക്രമ സംഭവങ്ങൾക്കിടയിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് നടപടി കടുപ്പിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പോലീസിന്റെ നടപടികൾ കടക്കുമ്പോൾ പ്രതിപക്ഷം അത് കൃത്യമായ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റും. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ തയ്യാറെടുക്കും. ഡാന, ഇതിലിപ്പോൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അതിനെതിരെ ഉണ്ടായ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധമടക്കം വലിയ ആക്രമണത്തിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐയും പോലീസും ഒക്കെ തിരിച്ച് ആക്രമിക്കുന്നതും അത് വലിയ വിവാദമാകുന്നതും പ്രതിഷേധമാകുന്നതും നമ്മൾ കണ്ടതാണ്. അതിന്റെ ഭാഗമായി നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. ആ മാർച്ചിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം കൂടുകയാണ്. സ്വാഭാവികമായും കോൺഗ്രസ് ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയില്ലേ ഇനി? ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ കേസിലെ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതുകൊണ്ട് വാർത്തകൾ തുടരുന്നു. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്തെത്തുന്നു. മുൻ ജീവനക്കാരൻ ഷിഹാബ് വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലും മറ്റും മുതുകാടിനെതിരെ രംഗത്ത് വരുന്നത്. മുതുകാടിനെ അനുകൂലിക്കുന്നവരും ഉണ്ട്. തനിക്കെതിരായ ആരോപണങ്ങൾ വ്യാജമെന്നും ആർക്കും സ്ഥാപനത്തിലെത്തി പരിശോധിക്കാമെന്നുമാണ് മുതുകാടിന്റെ മറുപടി. ഈ വിഷയത്തിൽ നമുക്കൊപ്പം ചില അതിഥികൾ ചേരുകയാണ്. GP പ്രീത പരാതിക്കാരി, ഒപ്പം CP ഷിഹാബ്, ഈ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ, നേരത്തെ വാർത്താ സമ്മേളനം നടത്തി പരാതി ഉന്നയിച്ച വ്യക്തിയുമാണ് ഷിഹാബ്. ആദ്യം ഷിഹാബ്,
താങ്കളെ വാർത്താസമ്മേളനം കണ്ടു. അന്ന് താങ്കൾ പറഞ്ഞത് നിയമപരമായ നടപടികളിലേക്ക് പോകും എന്നതാണ്. താങ്കൾക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നിയമപരമായ ആ നിയമ നടപടികൾ തുടങ്ങിയോ? ഓക്കെ, തീർച്ചയായിട്ടും ഇത് ഞാനിന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രശ്നമല്ല. നമ്മളുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി അടുത്തറിയുന്ന ഒരുപാട് ആളുകളുടെ, ഒരുപാട് അമ്മമാരുടെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിന്റെ പ്രശ്നമാണ്. ഭിന്നശേഷി മേഖലയിലുള്ള കുട്ടികളുടെയും അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടുള്ള രക്ഷിതാക്കളും അനുഭവിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് അത്തരം നിയമ നടപടികൾക്കുള്ള തുടക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സ്ഥാപനത്തെ മോശമായി ചിത്രീകരിക്കണമെന്നോ ഗോപിനാഥ് മുതുകാട് സാറെ വ്യക്തിപരമായി മോശമായി ചിത്രീകരിക്കണമെന്നോ ഈ പറയുന്ന ഒരാളും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനം പുറമേ നിന്നുള്ള ആളുകൾ കാണുന്ന രീതിയിലേക്ക് ആ ഒരു സിസ്റ്റത്തെ കൺവേർട്ട് ചെയ്ത് എന്താണോ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടത് ആ രീതിയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതിന് ഒരുപക്ഷെ ഇപ്പോ ആ സ്ഥാപനത്തിൽ നിൽക്കുന്ന അമ്മമാർക്ക് ഒരിക്കലും അവിടെയുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാപനം നിന്നുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നതിന് ശേഷം രക്ഷിതാക്കൾക്ക് ഇത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് അവർക്കത് പറയാനുള്ള അവസരം ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുമ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ശരി, GP പ്രീത, എന്താണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളിലേക്ക് പോകുന്ന സാഹചര്യം താങ്കളെ സംബന്ധിച്ചുണ്ടോ? എന്തൊക്കെയാണ് താങ്കളുടെ പ്രധാനപ്പെട്ട പരാതികൾ ഈ വിഷയത്തിൽ? ആക്ച്വലി ഈ വിഷയത്തിൽ ഒരു പരാതിയായിട്ടല്ല ഞാൻ ആദ്യകാലത്ത് പറയാൻ തുടങ്ങിയത്. അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതെന്റെ പരാതിയല്ലായിരുന്നു. പൊതുസമൂഹത്തില് ഈ വിഷയത്തിൽ, അതായത് DSCയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കുറച്ച് ധാരണകളുണ്ട്. ആ ധാരണകളെ തിരുത്താൻ മാത്രമാണ് ഞാൻ ആദ്യകാലത്ത് ശ്രമിച്ചത്. അതായത് നമ്മുടെ 99% പൊതുബോധം കരുതിയിരുന്നത് മുതുകാട് അവിടെ ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെ സംരക്ഷിക്കുന്ന ഏതോ ഒരു സ്ഥാപനമാണ്. അത് വെറുതെ സംരക്ഷിക്കുകയല്ല, അവിടെ നിർത്തി ഹോസ്റ്റലുണ്ട്, അവിടെ നിർത്തി പഠിപ്പിച്ച് അവരെ കലകളൊക്കെ പഠിപ്പിച്ച് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് 99% കേരളത്തിലെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. ആ ധാരണയെ തിരുത്താനാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ആ ധാരണയെ മുതുകാട് തന്നെ വന്ന് ഈ അടുത്തിടെ തിരുത്തി. എന്റെ സ്ഥാപനം കുട്ടികളെ ഒരു ഡേ കെയർ സെന്റർ ആണ് എന്നുള്ളത്. ഞാനിത് തന്നെയാണ് പറയാൻ ശ്രമിച്ചത്. ആ സ്ഥാപനം ഒരു ഡേ കെയർ സെന്റർ ആണെന്ന് മാത്രമാണ് ഇക്കാലം അത്രയും പറയാൻ ആദ്യകാലത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു ഗ്രൂപ്പായി അവിടുത്തെ പേരൻസിനെ ഒക്കെ അറിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞതിൽ കൂടുതലുണ്ട്, നമുക്ക് പറയാനുള്ളതിൽ കൂടുതലുണ്ട് ആ സ്ഥാപനത്തെ കുറിച്ച് എന്ന് മനസ്സിലായി പേരൻസിനൊപ്പം നിന്നത്. നിശ്ചയം. ഇപ്പോൾ ഇതൊരു റീഹാബിലിറ്റേഷൻ സെന്റർ അല്ല എന്നത് ഗോപിനാഥ് മുതുകാട് തന്നെ സമ്മതിക്കുന്നു, അദ്ദേഹത്തിനൊപ്പമുള്ളവർ സമ്മതിക്കുന്നു. കുട്ടികളെ കലാപരമായി അവർക്ക് പരിശീലനം നൽകുക, അത് അവർക്കുണ്ടാക്കുന്ന മാറ്റം, അതിനൊരു സാഹചര്യം ഒരുക്കുക, ഒപ്പം തന്നെ അവർക്ക് അതിന് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ലഭിക്കുമെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അതാണ് അവിടെ നടന്നു വരുന്നത്. അതിനപ്പുറം ഇവിടുത്തെ അപ്പോഴും അതിലൊരു പോയിന്റ് ഉണ്ട്. അവിടെയുള്ള കുട്ടികളില് 75% ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോഴേ ഇദ്ദേഹത്തിന് ഓട്ടിസം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എല്ലാ കാലത്തും ഓട്ടിസം ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു 13, 14, 15, 16, 17 വയസ്സിൽ ഓട്ടിസം ഉള്ള കുട്ടികളെ അവിടെ അഡ്മിഷൻ കൊടുത്ത് പുതിയതായി ഒരു കലയും പഠിപ്പിക്കാൻ ഗോപിനാഥ് മുതുകാടൻ എന്ന് പറയുന്ന ആളുടെ സ്ഥാപനത്തിന് ശേഷിയില്ല. കാരണം ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാമോ? ഓട്ടിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ അങ്ങ് ലഘൂകരിക്കുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരുടെ, പേരൻസിന്റെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ, തെറാപ്പിസ്റ്റിന്റെ ഒക്കെ അനുഭവങ്ങളെ, പ്രയത്നങ്ങളെ എല്ലാം പുള്ളി അങ്ങ് റദ്ദ് ചെയ്യുവാണ്. ഒരു ദിവസം രാവിലെ ഞാൻ പഠിപ്പിച്ചെടുത്തവരാണ് എല്ലാവരും എന്നുള്ള ഇത്. തീർച്ചയായും അതാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു പരസ്യമായ പ്രതികരണത്തിലേക്ക് വരാനിടയാക്കിയ കാര്യം. അതിനപ്പുറം അദ്ദേഹത്തിന്റെ ഈ ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട്, വിദേശങ്ങളിൽ നിന്നുള്ള ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട്, ഇത് ഓഡിറ്റ് ചെയ്യപ്പെടാത്തതുമായി ബന്ധപ്പെട്ട്, മറ്റു കുട്ടികൾക്ക് കൂടി അവകാശമുള്ള ഫണ്ട് ഏതോ തരത്തിൽ ഇദ്ദേഹം അപഹരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വഴിവിട്ട് ലഭിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങളായി കൂടി ഇത് മാറിയിരുന്നല്ലോ. അത്തരം പരാതികൾ നിങ്ങൾക്ക് ഇപ്പോഴുമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിലുള്ള പ്രധാന ആരോപണം എന്തെന്ന് വെച്ചാല്, റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016
ഒരുപാട് ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സർക്കാരുകളും വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ. അതിലെ ഏറ്റവും ചെറിയ, അതായത് ഏറ്റവും 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 ഇത് കുറഞ്ഞ ഒരു വെയിറ്റേജ് കുറഞ്ഞ ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ കലാപരവും കായികവുമായ ശേഷികളെ പ്രോത്സാഹിപ്പിക്കാന് സർക്കാർ ഇടപെടണമെന്നും ഒക്കെ ഉള്ളത് ഒരു ചെറിയ ക്ലോസ് ആണ്. പക്ഷെ എത്രയോ കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ചെറിയ ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് ഇയാൾക്ക് അവിടെ ഫണ്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫണ്ട് കൊടുക്കാത്തത്? ഓക്കെ, മുതുകാടിന്റെ പ്രൊജക്ട് 100 കോടിയുടെ പ്രൊജക്റ്റ് ആണ്, വാദത്തിന് വേണ്ടി സമ്മതിച്ചു. അപ്പൊ സർക്കാർ കൊടുത്തത് വളരെ തുച്ഛമായ 5 കോടി, 4 കോടി, 5 കോടിയാണ്. പക്ഷെ ഈ 4 കോടി 5 കോടിയും വലിയ എമൗണ്ട് ആയ, അതായത് ഈ കുട്ടികളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ, അവരുടെ തെറാപ്പി ആയാലും അവരുടെ സ്കൂളിംഗ് ആയാലും അവരുടെ ഡെയിലി ലീവിങ് ആയാലും അവരുടെ എന്താ പറയുക, അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങള് ഒക്കെ ഈ നാട്ടിലുണ്ടായിട്ട്, ഈ കേരളത്തിലുണ്ടായിട്ട് ഇയാൾക്ക് മാത്രം എന്തുകൊണ്ടാണ് കൊടുക്കേണ്ടത്? അതും ബഡ്ജറ്റിലൊക്കെ വകയിരുത്തിയാണ് തുക കൊടുക്കുന്നത്. ശ്രീമതി പ്രീത, താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചത് ഒരു പരാതിയാണെങ്കിൽ അതിന് മറുപടി നൽകേണ്ടത് ഗോപിനാഥ് മുതുകാടാണോ? നമ്മുടെ സംവിധാനങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വഴിവിട്ട് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് കൈമാറിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഫണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തിയൊക്കെ കൈമാറുമ്പോൾ അതിന് വ്യവസ്ഥാപിതമായ രീതികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ വ്യവസ്ഥാപിതമായ രീതികൾ മറികടന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഫേവറായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പം, അതിന്റെ ക്രമക്കേട്, അതിന്റെ വിരൽ ചൂണ്ടേണ്ടത് ആർക്ക് നേരെയാണ്? അതിന് ഉത്തരവാദി ആരാണ്? ഗോപിനാഥ് മുതുകാട് മാത്രമാണോ അതിന് ഉത്തരവാദി? അല്ല, ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് മുതുകാടല്ല, സംസ്ഥാന സർക്കാർ തന്നെയാണ് പറയേണ്ടത്. 2016 ഈ സ്ഥാപനം ഈ രീതിയിൽ പ്രവർത്തനം തുടങ്ങുന്നത്. 2016 ഞാൻ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 വ്യവസ്ഥയുടെ കാര്യമാണ്. അല്ല, അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് 2016 മുതലാണ് ഈ രീതിയിൽ പ്രവർത്തനം തുടങ്ങിയതെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടതാണ് ഈ ചോദ്യത്തിന്. ഇത് മുതുകാടല്ല മറുപടി പറയുന്നത്. തീർച്ചയായും അത് തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യവും. അവിടെ ആ സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ മോശം അനുഭവങ്ങൾ നേരിടുന്നുണ്ടോ, അവരെ ചൂഷണം ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ ശ്രമം നടക്കുന്നുണ്ടോ തുടങ്ങി അങ്ങനെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ ഗൗരവമുണ്ട് എന്ന് തോന്നുന്നു. ഷിഹാബ്, താങ്കൾ വാർത്താസമ്മേളനം നടത്തിയപ്പോഴാണ് പറഞ്ഞത് ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ അതിഥികൾക്ക് മുന്നിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു എന്ന ഒരു സാഹചര്യം. അത് താങ്കൾ നേരിട്ട് കണ്ടു, താങ്കൾ അതിനെതിരെ സംസാരിച്ചു, അതിന് താങ്കൾക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ആ സംഭവം ഒന്ന് വിവരിക്കാമോ? അതൊരു ഒറ്റപ്പെട്ട അന്നത്തെ ഒരു ദിവസത്തെ മാത്രം സംഭവമാണോ, അതോ സമാനമായ നിലയിലാണോ എപ്പോഴും അവർ അവരോട് അവിടെയുള്ളവർ പെരുമാറുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും ആദ്യം തന്നെ ഈ അമ്മമാർ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയാൻ പേടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ അമ്മമാർ എന്നോട് പറയുന്നത്. കാരണം ഷോ ഒരുപാട് കൂടുന്ന സമയത്തും കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഷോ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഒരു ദിവസം ഒരു പക്ഷേ കുട്ടികൾ 3-4 ഷോ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചാലും ചില ദിവസങ്ങളിൽ അവർക്ക് അത്ര താല്പര്യം ഉണ്ടാകും. ഞാൻ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം പറയും, അവർ ഇന്നലെ ചെയ്തല്ലോ, പിന്നെ എന്താ പ്രശ്നം? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമുണ്ട്, സാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനോ നിങ്ങളെ പോലെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികളല്ല ഇവരെ കുറിച്ച് പഠിച്ച ഒരാളെങ്കിലും ഇവിടെ വേണം. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് ഒരാളെ പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമിക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞ ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. പിന്നീട് നിരന്തരം അമ്മമാർ എന്നോട് ഇതേ പരാതി പറഞ്ഞു. എന്നോട് പറയുന്ന കാര്യം, നിങ്ങൾക്കിത് പറയാൻ പറ്റും, ഈ കുട്ടികൾക്ക് ഇത് പറയാൻ കഴിയില്ല, ഞങ്ങൾ അമ്മമാർക്കും പറയുന്നതിന് പരിമിതികളുണ്ട്, പക്ഷെ നിങ്ങൾ മുതുകാട് സാറുമായിട്ട് അടുത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പറയാലോ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുതുകാട് സാറെ ധരിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ നിന്ന സമയത്ത് ആരോപിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്ന് ആരോപിക്കുന്നതെന്ന് പറയുന്നു. അത് തന്നെ കള്ളമാണ്. കാരണം 2018 ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ എന്നെ പറഞ്ഞു വിടാൻ അദ്ദേഹം ശ്രമിക്കുന്ന ദിവസം ഈ ഒരു വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇത് പബ്ലിക്കിന് മുമ്പിൽ കാണിക്കുമെന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഒരു നല്ലൊരു സമീപനം സ്വീകരിക്കുകയും എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് എൻ്റെ കഴിഞ്ഞ 40 വർഷത്തെ ഇമേജ് നശിപ്പിച്ചുകൊണ്ട് ഷിഹാബിനൊന്നും സംഭവിക്കാനില്ലല്ലോ, അതുകൊണ്ട് എന്ത് ലാഭമാണ് നിങ്ങൾക്കുള്ളത് എന്നൊരു രീതിയിലേക്ക് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു, കുറെ ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്
ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം. തിരുത്തലുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും മനുഷ്യ സഹജമായ തെറ്റുകൾ സംഭവിക്കും. തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയാതെ ഞാൻ അദ്ദേഹത്തിന് മാത്രം പേഴ്സണലി അയച്ചു കൊടുക്കുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്ന് സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അഷീൽ സാറിന് അയച്ചു കൊടുത്തതും. എന്തുകൊണ്ടാണ് നമ്മളെ സെക്യൂർ ചെയ്യേണ്ട ഡോക്ടർ അഷീൽ സാർ ഈ പരാതി കിട്ടിയിട്ട് ഇതെന്താണെന്ന് പോലും ചോദിക്കാൻ തയ്യാറാവാതെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഒറ്റപ്പെട്ട ദിവസത്തെ സംഭവം മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ അമ്മമാർ എന്നോട് പറയില്ല. ഇത് നിരന്തരം സംഭവിച്ച് എനിക്കും ഇത് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാൻ മുന്നോട്ട് വന്നത്. അന്നേ ആ സമയത്തും അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഷിയാബിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുക, കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ്, എനിക്കറിയാം കുട്ടികളെ എങ്ങനെ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ബേസിക് നോളജ് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ കുട്ടികൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഇല്ല, ഒരു ന്യൂട്രീഷൻ ഇല്ല, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല. ഇവിടെയുള്ളൊരു ഭിന്നശേഷിയുള്ള കുട്ടിയുടെ ഒരു അമ്മയാണ് ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സാധാരണ ഒരു ഡേ കെയർ സെന്ററിൽ ഒരു ആയിയെ നിർത്തുന്ന പോലെ ആ ഒരു ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കുട്ടികളെ കണ്ടിട്ടുള്ളത്. അതല്ല, കുറച്ചും കൂടി നമ്മൾ അതിനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാജിക് കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസിന് കൊടുക്കുന്ന വാല്യൂ ആണ് അന്ന് ഞാൻ അടക്കമുള്ള 5 ഭിന്നശേഷിക്കാർക്ക് അദ്ദേഹം കൊടുത്തിരുന്നതെന്ന് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇത് ലോകത്തിന് അറിയിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറയാൻ കാരണം. ഷിഹാബിന്റെ കയ്യിൽ ആ വീഡിയോ ഇപ്പോഴും ഉണ്ടോ? ആ തെളിവായി പുറത്തുവിടും എന്ന് പറഞ്ഞ് താങ്കൾ ശേഖരിച്ച വീഡിയോകൾ ഇപ്പോഴും ഉണ്ടോ? ഞാൻ ശേഖരിച്ച വീഡിയോസ് അദ്ദേഹം കുട്ടികളോട് നിർബന്ധമായിട്ട് ഷോ ചെയ്യിപ്പിക്കുന്ന വീഡിയോസോ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ കരയുന്ന വീഡിയോസോ അല്ല. ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായിട്ട് ഈ അമ്മമാർ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് നിന്ന് മോശമായ അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, കുട്ടികളുടെ കാര്യം നോക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഈ കുട്ടികൾ നോക്കാൻ അധികാരികപ്പെട്ട ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകളുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെ, അപ്പൊ അവരെ നിങ്ങൾ നിയമിക്കുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ പുറത്താക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ 2018 ഒക്ടോബർ 31 അപ്പോൾ ആ ഗോപിനാഥ് മുതുകാട് ആ താങ്കളോട് സംസാരിക്കുന്ന വീഡിയോ ആണ് താങ്കൾ റെക്കോർഡ് ചെയ്തിരുന്നത് അല്ലേ? അല്ലല്ല, അത് വീഡിയോ ആയിരുന്നു, റെക്കോർഡ് ചെയ്തതല്ല. അത് ഞാൻ ആ പിറ്റേ ദിവസം ഈ ഒരു സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഈ അമ്മമാരിപ്പോ ഉണ്ട്, ഈ പറഞ്ഞ കുട്ടികളും ഇവിടെയുണ്ട്, ഞാനും ഇവിടെയുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ പുറത്തിട്ടിട്ട് നേരിട്ട് ആളുകൾ വന്നിട്ട് അമ്മമാരോട് ചോദിക്കട്ടെ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത്, നമുക്ക് സംസാരിച്ച് തീരുമാനമാക്കാം, കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ നോക്കാൻ, നിങ്ങൾ എന്റെ ഇമേജ് നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത്. ഞാൻ പറയുന്നത് എന്റെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് മുതുകാട് സാർ ഈ ഒക്ടോബർ 31 അദ്ദേഹത്തിന്റെ അക്കാഡമിക് ഡയറക്ടറോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞത് ഡോക്ടർ അഷീലും ശൈലജ ടീച്ചറും എന്നോട് പറഞ്ഞു, ഷിയാബിന് പോകാൻ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഷിയാബിനെ നാളെ തന്നെ പറഞ്ഞയക്കണം. ഈ ഡിഫറൻറ്റ് ആർട്ട് സെന്റർ എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളല്ല, മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനമാണ്, പെർഫോം ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഷിയാബിനെ പോലെ ഒരാൾ പെർഫോം ചെയ്യേണ്ട എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ ഷിയാബ് ഇവിടെ വേണ്ട എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഈ ഒരു പ്രശ്നം തുടങ്ങുന്ന കുറച്ച് മുമ്പാണ് എനിക്ക് ഇവരുടെ രീതികൾ മനസ്സിലാക്കി കോളുകളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉടനെ മുതുകാട് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, സാർ എന്നോട് എന്ന് പറയുന്നത് നാളെ മുതൽ ഇവിടെ പ്രോഗ്രാം ചെയ്യേണ്ട, ശൈലജ ടീച്ചർ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പോകണം, പ്രോഗ്രാം ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ശൈലജ ടീച്ചർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോൺ കോളിലൂടെ നാളെ പോകാൻ പറ്റില്ല, എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചന്ദ്രസേന സാർ അക്കാഡമിക് ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഷിയാബ് തൽക്കാലം ഇതിൽ നിന്ന് പോകണം, എന്നിട്ട് DAC വരുന്ന സമയത്ത്, ഡിഫറൻറ്റ് ആർട്ട് സെന്റർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് വരാം, ഞങ്ങൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ പിറ്റേ ദിവസമാണ് 1-ാം തീയതി, നവംബർ 1-ാം തീയതിയാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങൾ എന്തായാലും പോവാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ എനിക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ഞാൻ അന്ന് ടിക്ടോക്ക് സജീവമായി നിൽക്കുന്ന സമയമാണ്, ഞാൻ ഇത് പുറത്ത് വിടുകയും ഇവിടെയുള്ള രക്ഷിതാക്കൾ ഇപ്പോൾ ഉള്ളത് കൊണ്ട്, ഇപ്പോൾ അനുഭവിച്ച സംഭവങ്ങളായതുകൊണ്ട് അവർ അതിന്റെ സത്യങ്ങൾ ആളോട് പുറത്ത് പറയുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എനിക്ക് ഷിയാബിന്റെ ഒരു കോംപ്രമൈസ് ചർച്ചയിലേക്ക് എന്നെ വിളിക്കുന്നതും നമുക്ക് ഒരു കോംപ്രമൈസിൽ പോകാമെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് നിർബന്ധമായിട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് തന്നു. ഈ കാരണം കാണിക്കൽ നോട്ടീസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, ഈ സ്ഥാപനത്തിൽ പലപ്പോഴും ഞാൻ മനഃപൂർവ്വം ഷോ മുടക്കാൻ ശ്രമിച്ചു എന്നും മുതുകാട് സാറെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് തന്നെ കള്ളമാണ്. കാരണം ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് 31-ാം തീയതിയിലെ ഡേറ്റിലാക്കിയിട്ടാണ് അവർ എനിക്ക് തന്നിട്ടുള്ളത്, ഒക്ടോബർ 31. ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണങ്ങൾ എനിക്കെതിരെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഒക്ടോബർ 31 രാത്രി അക്കാഡമിക് ഡയറക്ടർ എന്നോട് ശൈലജ ടീച്ചറും അഷീലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷിയാബിന് ഇവിടെ നിന്ന് നാളെ മുതൽ പോകണമെന്നും
DSC വരുന്ന സമയത്ത് ഷിഹാബിന് വരാമെന്നും കള്ളം പറയുന്നതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ സത്യം. അതായത് DSC വരുന്ന സമയത്ത് ഷിഹാബിന് താല്പര്യമുണ്ടെങ്കിൽ വരാമെന്ന് അദ്ദേഹം എന്നെ ക്ഷണിക്കുകയും പിറ്റേ ദിവസം എനിക്ക് തരുന്ന കാരണം കാണിക്കൽ നോട്ടീസിൽ ഞാൻ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഏൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്നുള്ള അമ്മമാരെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പുറത്തറിയിക്കുന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ടാണ്. ഇന്ന് പല അമ്മമാരും അവിടെ ഇല്ല. അന്നുണ്ടായിരുന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നുണ്ടായിരുന്ന 2 or 3 അമ്മമാർ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ബാക്കി അമ്മമാരൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്നത് പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മമാരത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുമായിരുന്നു. ഇന്നും എനിക്ക് ഉറപ്പുണ്ട് അവിടെ ഇപ്പോൾ ഉള്ള അതായത് ഞാനുള്ള സമയത്ത് ഉണ്ടായിരുന്ന 3 അമ്മമാര് ഉറപ്പായിട്ടും മനസ്സാക്ഷിയെ തൊട്ട് എനിക്കെതിരെ ഇല്ലാത്ത പ്രചരണം നടത്താൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവർക്കറിയാം ഞാൻ എന്താണെന്ന്. കഴിഞ്ഞ കുറച്ച് നാളുകളുമായിട്ട് പോലും ഞാനുമായിട്ട് നല്ല സൗഹൃദമുള്ളവരാണ്. അവരെന്നോട് നിരന്തരം പറയുകയാണ് കുട്ടികളുടെ ബുദ്ധിമുട്ടുകള്. പക്ഷെ എന്നിട്ടും ഞാൻ പറയാതിരുന്നത് അദ്ദേഹത്തിന്റെ ചെറിയ പോരായ്മകളാണെങ്കിൽ തിരുത്താൻ സമയം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോ ഈ പ്രീത മേഡം അടക്കമുള്ള ഒരുപാട് ആളുകൾ വന്ന് പറയുന്നു, അവിടെയുള്ള അമ്മമാര് നിരന്തരം അവരുടെ അനുഭവങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ഒരു പോരായ്മ ഉണ്ടെങ്കിൽ തിരുത്താമെന്ന് പറയുന്നതിന് പകരം അമ്മമാരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ 5-6 വർഷങ്ങൾക്ക് ശേഷം എനിക്കിത് പുറത്ത് വന്ന് പറയേണ്ടി വരുന്നത്. ഷിഹാബ്, ഈ അമ്മമാർക്ക് തുറന്നു പറയാൻ പേടിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. താങ്കൾ സംസാരിക്കുമ്പോൾ കുറെ തവണ അത് പറഞ്ഞു. എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? അവരുടെ കുട്ടികളെ ആരെങ്കിലും അവിടെ നിർബന്ധിച്ച് തുടരാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? കരാറുണ്ടോ? അവർക്ക് ഒരു ദുരനുഭവം നേരിട്ടാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവായി പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ? ഏതെങ്കിലും സമ്മർദ്ദം അവരെ സംബന്ധിച്ചുണ്ടോ? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന് മറുപടി നമുക്ക് പറയാൻ പറ്റും. ഇവിടെയുള്ള അമ്മമാരോട് ഞാൻ ഈ അടുത്ത് പോലും സംസാരിച്ച സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാലോ അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ. നിങ്ങൾ തന്നെയാണല്ലോ പലപ്പോഴും അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ എന്നോട് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതും അദ്ദേഹത്തിന്റെ കണ്ണിലൊരു ക്രിമിനലായിട്ട് മാറിയതും. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ അമ്മ പറഞ്ഞ കാര്യമുണ്ട്. നമുക്കറിയാം ഒരു പക്ഷേ കുട്ടികളെ കാണിച്ചിട്ട് അദ്ദേഹം കോടികൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമല്ലേ. അതുകൊണ്ട് അത് മാത്രമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവേണ്ടി വരും. പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കിട്ടുന്ന വേദി പോലും ഇല്ലാതാവും. അതുകൊണ്ട് അവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ പേരിൽ എന്ത് വലിയ കാര്യങ്ങൾ നടന്നാലും, എത്ര വലിയ രീതിയിൽ അദ്ദേഹം മാർക്ക് ചെയ്യപ്പെട്ടാലും, എത്ര പണം ഇതിന്റെ പേരിൽ വന്നാലും ഇപ്പൊ കിട്ടുന്ന അവസരങ്ങളെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ് കൂടുതൽ പേരും. പക്ഷെ ആ അമ്മമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പുറത്തു പോകാൻ അവസരങ്ങൾ കിട്ടുന്ന അമ്മമാരാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ പോകാൻ അവസരം കിട്ടുന്ന അമ്മമാരും കുട്ടികളുമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിദേശ യാത്ര പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുപോലും നഷ്ടപ്പെടും. അപ്പൊ അത് വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് മാത്രം വിചാരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരെന്ന് പറയുന്നില്ല, നിവൃത്തി കേടുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ പറയുന്നു, ഒരു സ്വതന്ത്രമായ സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അല്ലെങ്കിൽ ഈ കുറച്ചു കാലത്തേക്ക് ഈ ഒരു സംരംഭം ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തട്ടെ, അമ്മമാരെ സ്വതന്ത്രരാക്കട്ടെ, സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ. ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, താങ്കൾ സ്വതന്ത്ര അന്വേഷണം എന്ന് പറയുന്നു, അക്കാര്യം ചൂണ്ടിക്കാട്ടി താങ്കൾ പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതി രേഖാമൂലം നൽകിയിട്ടുണ്ടോ? അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പെട്ടെന്ന് ഞാൻ മാത്രം വന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ ഒരു ആവശ്യം എന്ന രീതിയിലേക്ക് മാത്രം മാറും. ഇതൊരു കൂട്ടായ്മയുടെ ആവശ്യമാണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു പരാതി കൊടുക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രീത, അത്തരമൊരു പോരാട്ടത്തിന് നിയമപരമായി തന്നെ നീങ്ങാൻ ഷിഹാബ് തയ്യാറെടുക്കും. താങ്കൾ കൂട്ടുണ്ടോ? അതുതന്നെയാണോ നിങ്ങളുടെ തീരുമാനം? നിയമപരമായ പോരാട്ടത്തില് ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഒരു പരാതി കൊടുത്താല് ഞങ്ങൾക്ക് തോന്നുന്നത് ഇയാളെ അങ്ങ് വെളുപ്പിച്ചു വിടും. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ പോയി അന്വേഷിച്ചിട്ട് അവിടെ ഒരു പ്രശ്നമില്ലെന്ന് കുറച്ച് വെളുപ്പിച്ചു വിട്ടിട്ട് ഇയാൾ പണ്ടത്തേനേക്കാളും എന്താ പറയാ ശക്തനായിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്ന് എന്താ ഉറപ്പ്? ഇത്രയും ഇരകളുടെ മൊഴികളാണ് ഇതൊക്കെ. അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സംസാരിക്കാൻ ശബ്ദമില്ലാത്തത് കൊണ്ട് അവരുടെ അമ്മമാര് സംസാരിക്കുന്നതേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഇരകളുടെ മൊഴിയാണ്. ഭിന്നശേഷി എന്ന് പറയുന്നത് എന്താ പറയാ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ്. അവർക്ക് എതിരെ ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് ഇങ്ങനെ നിരന്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിന് ഒരു പരാതി ഇല്ലാതെ തന്നെ അന്വേഷിക്കാൻ പറ്റാത്തത്? ശരി, ഏതെങ്കിലും കേരളത്തിലെ സാധാരണ സ്കൂളുകളെ ഏതെങ്കിലും കുറിച്ചാണ് ഇങ്ങനെ കുട്ടികൾ വന്ന് അല്ലെങ്കിൽ കുട്ടികളുടെ പേരൻസ് വന്ന് ഇങ്ങനെ പറയുന്നതെങ്കിൽ എന്തായിരുന്നിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ? എങ്ങനെയാണ് മുതുകാടിനെ വിശ്വസിക്കുകയും ഈ പേരൻസിനെ അവിശ്വസിക്കുകയും ചെയ്യുന്നത്? അവിടെ നിൽക്കുന്ന പേരൻസ് പറയൂല. കാരണം അത് കേരളത്തിലെ
ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഈ അഡൾട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ടീനേജ് കഴിഞ്ഞ നമ്മളുടെ ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള കുട്ടികൾക്കും അമ്മമാർക്കും ചെന്നിരിക്കാൻ ഒരു സംവിധാനം ഇല്ല ഈ നാട്ടില്. ഇപ്പൊ അവര് കരുതുന്ന ഒന്നുമില്ലെങ്കിലും വീട്ടിൽ നിന്ന് വന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഇരുത്താൻ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പലരും അവിടെ നിൽക്കുന്നത്. ഇതിപ്പം സ്ത്രീപീഡന കേസിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞത്, അതായത് ആത്മഹത്യ ചെയ്യുന്നത് വരെ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുള്ള നാടാണ് നമ്മുടേത്. നമുക്ക് ഉള്ള സിസ്റ്റത്തിനകത്ത് അഡാപ്റ്റ് ചെയ്യാനും അതിൽ യോജിച്ചു പോകാനും പരിശീലിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് നമ്മള് അവസാനം ആത്മഹത്യ ചെയ്യുന്നത് വരെ നമുക്ക് സ്വീകാര്യമല്ലാത്ത നമ്മളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിൽ നിൽക്കുക തന്നെ ചെയ്യും. അതിന് പരിശീലിപ്പിക്കപ്പെട്ടതാണ് കേരളത്തിലെ 90% ആൾക്കാർ. അതാണ് ആ സ്ഥാപനത്തിൽ നടക്കുന്നത്. ശരി, എന്തായാലും സ്വതന്ത്ര അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഷിഹാബ് ഉന്നയിക്കുന്നത്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ ഷിഹാബ് തീരുമാനിക്കുന്നു. ഒപ്പം ഇതേപോലെയുള്ളവർ ചോദിക്കുന്നത് ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടും നമ്മുടെ സംവിധാനങ്ങൾ എന്തുകൊണ്ടും നിസ്സംഗത പാലിക്കുന്നു എന്നതാണ്. ആ ചോദ്യവും വളരെ പ്രസക്തമാണ്. എന്തെങ്കിലും ഇടപെടൽ അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കൂടുതൽ സുതാര്യത ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മുതുകാട് തന്നെ അതിന് മുന്നിട്ടിറങ്ങുമോ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഷിഹാബ്. ഒപ്പം GP പ്രീത. ഇടവേള. പ്രതിപക്ഷ നേതാവിനും MLA-മാരായ ഷാഫി പറമ്പലിനും M. വിൻസെന്റിനുമെതിരെ സമാനമായ തരത്തിലുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ കാര്യങ്ങൾ ചോദിച്ചറിയാനായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാകാനുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരെ അന്വേഷണം എത്തിയിരിക്കുന്നു. രാഹുലിനെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ആ കേസ് 3 കേസുകൾ പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികളാകുന്നു എന്ന് പറയുമ്പോൾ പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്താകും? രാഹുൽ മാങ്കൂട്ടത്തലിനെ കൊണ്ട് കേസ് അവസാനിപ്പിക്കുമോ? അതോ അതിനപ്പുറത്തേക്ക് MLA-മാരെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോലീസിന്റെ നടപടികൾ നീങ്ങുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രതിപക്ഷം ഇത് സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റും. കാരണം തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സമയമാണ്. അതിനിടയിലാണ് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാന യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് സ്വാഭാവികമായി പ്രതികരണങ്ങൾ ഉണ്ടാകും. വൈകാതെ തന്നെ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്വാഭാവികമായി നേരിടുന്ന തരത്തിലേക്ക് പ്രതിപക്ഷവും എത്തും. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് രാവിലെ മുതൽ ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. അതാണ് സാഹചര്യം. ഡാൻ തുടരുക. ശശിനാരായണൻ. വാർത്തകൾ തുടരുന്നു. LDF ആഹ്വാനം ചെയ്ത ഹർത്താലിനും SFI DYFI പ്രതിഷേധങ്ങൾക്കുമിടയിലും തൊടുപുഴയിൽ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി ഗവർണർ. തൊടുപുഴയിലേക്ക് എത്തുമ്പോഴും തൊടുപുഴയിൽ നിന്ന് മടങ്ങുമ്പോഴും വഴിയിലുടനീളം ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയും കരിങ്കൊടി കാട്ടുകയും ചെയ്തു. മടക്കയാത്രയിൽ വാഹനത്തിൽ നിന്നിറങ്ങിയ ഗവർണർ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. പ്രതിഷേധങ്ങളെ ഭയമില്ലെന്ന് ഗവർണർ പറഞ്ഞു. നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് LDF ഹർത്താൽ ആചരിക്കുന്നത്. കടുത്ത പ്രതിഷേധങ്ങൾക്കിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിലേക്ക് എത്തിയത്. ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടം തൊടുപുഴയിലേക്ക് എത്തുമ്പോൾ മുതൽ തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു. SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ പലയിടത്തും തന്നെ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചു. പലയിടങ്ങളിലും കനത്ത പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അവരെ വകഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാർ കരിങ്കൊടി വീശുകയും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. പക്ഷേ എവിടെയും റോഡിലേക്ക് കടന്നു വന്നുകൊണ്ട് ഗവർണറുടെ വാഹനത്തെ തടസ്സപ്പെടുത്താനോ യാത്ര തടസ്സപ്പെടുത്താനോ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എവിടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. Stop!
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തൊടുപുഴയിലേക്ക് എത്തിയത്. തൊടുപുഴയിൽ അദ്ദേഹം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒപ്പം തന്നെയും തനിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെ അദ്ദേഹം പരാമർശിച്ച് പോവുകയും ചെയ്തു. നേരത്തെയും തനിക്കെതിരെ പല രീതിയിലുള്ള അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തന്നെ പഴയ കാലത്തുണ്ടായിരുന്നു. 35-ാം വയസ്സ് മുതൽ താനിത് കാണുന്നുണ്ട്. അന്ന് ഭയപ്പെട്ടിരുന്നില്ല, ഇപ്പോഴും താൻ അതിന് ഒട്ടും ഭയപ്പെടുന്നില്ല. ഇപ്പോൾ തന്നെ സമ്മർദ്ദത്തിലാക്കി ചില കാര്യങ്ങൾ നേടാനാണ് ചിലരുടെ ശ്രമം. അത് നടക്കില്ലെന്നും ഭൂനിയമം സംബന്ധിച്ച ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സർക്കാരിന് പലതവണ അതിന് കുറിപ്പെഴുതിയിട്ടും മറുപടി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. I do not know the reason for the call to go for hartal today. I do not know the reason. But I have been told that the complaint is that I have not signed the land assignment bill. Land assignment. I have already said yesterday, we received many petitions against this bill which has been passed by the Assembly. Immediately we sent the bills to the government for their remarks, for their comments. Because if you write a letter to me, then I am under obligation to reply to you. How will I reply? My reply will be based on the reply which comes from the government. The first letter was sent either in September or October. Later, we sent 3 reminders to the government. So far, no response has come from the government. Now, who is to be blamed? I am not a rubber stamp. I have said it repeatedly. If something comes, I have already told you, I have a duty to uphold the Constitution and law, and I also have a duty to see that the interest and welfare of the people of Kerala is not compromised by anybody. That is also my view. Some people are used to bully tactics, pressure tactics. A rule of society. In a democracy, you must use the force of the argument, not argument of force. That cannot be tolerated. That goes against the grain of rule of law. That goes against the grain of democratic function. Yes, argument, force of argument is welcome. Power of argument is welcome. But argument of power, we will not allow you, we will do this, we will block your... These things are not going to work in a rule of law society. They cannot work. ചടങ്ങിന് ശേഷം പുറത്തേക്കിറങ്ങിയ ഗവർണർ വേദിക്ക് പുറത്ത് റോഡരികിൽ കാത്തുനിന്നവരോട് സംസാരിച്ചു. അവർക്ക് അരികിലേക്ക് അദ്ദേഹം കാർ നിർത്തി, കാറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൈകൊടുത്തു. അവരോട് സംസാരിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. തുടർന്ന് തൊടുപുഴ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോയിരുന്നത്. അവിടെയും പോകുന്ന വഴിയെല്ലാം തന്നെ പ്രതിഷേധങ്ങളുടെ വലിയ നിര തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തൊടുപുഴ ഗസ്റ്റ് ഹൗസിൽ എത്തിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. തിരിച്ച് എറണാകുളത്തേക്ക് ആണ് അദ്ദേഹം മടങ്ങിയത്. വഴിയിലുടനീളം പ്രതിഷേധം തന്നെയായിരുന്നു ഇന്നുണ്ടായത്. ഏതായാലും ഇവിടേക്ക് ഈ പ്രതിഷേധത്തിനിടയിലും ഗവർണർ ഇവിടെ വരികയും ഒരിടവേള അവർക്ക് പ്രതിഷേധക്കാർക്ക് നേരെ കൈവീശി അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹം പ്രതിഷേധങ്ങൾക്കിടയിലും ചടങ്ങ് പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. ഡാനിപ്പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്